ദുരന്തഭൂമിയിൽ കിടന്ന് മെഴുകുന്ന മന്ത്രിമാർ ഇത് കേൾക്കുക. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അറിയാത്ത, നിർവഹിക്കാത്ത സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ദുരന്തഭൂമിയിൽ കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ, മുതലക്കണ്ണീര് പൊഴിക്കുന്നത് കാണുമ്പോൾ സഹികെട്ട ജനങ്ങൾക്ക് അവരുടെ പ്രതികരണങ്ങൾ പോലും അറിയിക്കുവാൻ മാർഗമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ജനങ്ങളുടെ പ്രതികരണം കൊടുക്കില്ല. അവർക്ക് അവരുടെ അന്നദാതാക്കളുടെ ഇമേജ് ബിൽഡിങ്ങിൽ മാത്രമേ ശ്രദ്ധിക്കുവാൻ സാധിക്കൂ. തൻ്റെ യഥാർത്ഥ അഭിപ്രായം അറിയാതെ ആവേശം കൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമത്തൊഴിലാളി കഴിഞ്ഞ ദിവസം നിന്ന നിപ്പിൽ മലക്കം പറയുന്നത് നാം കണ്ടു. ഇതാണ് സത്യത്തിൽ മാധ്യമത്തൊഴിലാളികളുടെ പോലും അവസ്ഥ. കൂലി കൊടുക്കുന്നവൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പാടില്ല, സത്യമറിയാമെങ്കിൽ പോലും. എന്നാൽ i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങൾക്ക് ഭയമില്ലാതെ പ്രതികരിക്കുവാനുള്ള ഒരു വേദിയാണ്. റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്നലത്തെ ഞങ്ങളുടെ ആദ്യ ചോദ്യം ഇവയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിമർശനാതീതം. ഇനിയും നാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പണം നൽകണോ? നമുക്ക് നേരിട്ടെങ്ങനെ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ സാധിക്കും? യഥാർത്ഥത്തിൽ ആരാണ് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദി? ഈ ചോദ്യത്തിന് മറുപടിയായി ആയിരക്കണക്കിന് പ്രതികരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ പ്രതികരണം ഇരിട്ടിയിൽ നിന്നും ജോസഫ് വർഗീസിന്റെ ആയിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഒരു ഗവൺമെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നുള്ളത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം അവിടെ വന്ന് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറയുന്നില്ല. ആ റിസ്ക് അസസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം റിസ്കിന്റെ ഇമ്പാക്റ്റും ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അത് ചിലപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം. പക്ഷെ ആൾക്കാർ മരണപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്യാപത്തുണ്ടാകാൻ വേണ്ടി, ഇപ്പൊ അവിടെ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ആ നശിച്ചുപോയതോ അല്ല പ്രശ്നം, അവരുടെ പുനരധിവാസം ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇതൊന്നും ഇൻഷുർ ചെയ്യാത്ത സുനില്ലേ, നമ്മുടെ നാട്ടിലാർക്കും ഇൻഷുറൻസ് ഇല്ല. അവരെങ്ങോട്ട് പോകും? ഈ ഒച്ചപ്പാടും ബഹളവും കഴിയുമ്പോ എന്താ ഉണ്ടാവാന്ന് പറഞ്ഞാല് ഇതങ്ങ് മറക്കും. പിന്നെ അടുത്തൊരു ദുരന്തം വരുന്നത് വരെ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നവരെ ഈ മിറ്റിഗേഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സിസ്റ്റം വളരെ ക്ലിയർ ആണ്, നമ്മുടെ നിയമം ഒക്കെ വളരെ ക്ലിയർ ആണ്, നമുക്ക് എക്സാക്ട് ആയിട്ട് പ്രോസസ്സസ് ഉണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതത്ര കെയർ ആവില്ല. അതെന്താ വെച്ചാല് പൗരൻ എന്ന് പറയുന്നതിന് ഒരു വിലയിലുള്ളൂ നമ്മുടെ നാട്ടിൽ. അതാണ് സത്യം. ഒരു പൗരന്റെ റൈറ്റ് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കണം. നീ ഈ രാജ്യത്തെ പൗരനാണ്, ഭരണകൂടം നിന്റെ പണിക്കാരനാണ്, അല്ല നിങ്ങൾ ഇത് ഭരണകൂടത്തിന്റെ ചെൽപ്പിടിയിൽ നിൽക്കേണ്ടതല്ല എന്ന് വെച്ചാൽ ബഹളം ഉണ്ടാക്കുക എന്നല്ല. പൗരബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവകാശബോധം അറിയാത്തത്. അവകാശബോധം അറിയാത്തതുകൊണ്ടാണ് അത് എസേർട്ട് ചെയ്യാൻ പോകാത്തത്. ഇതിനെപ്പറ്റി അവെയർ ആകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, എന്റെ ബന്ധു പെടുന്നതുകൊണ്ട് ഞാനതിനെ എതിർക്കും. അങ്ങനെയല്ലല്ലോ. ഒരു സമൂഹത്തിൽ നമ്മൾ കളക്റ്റീവായിട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണല്ലേ നോക്കണ്ടേ. അവിടെ മരണപ്പെട്ടത് മുഴുവൻ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്. ഇതിനകത്ത് റിസോർട്ട് ഉണ്ടാക്കുന്നവരും പാറ പൊട്ടിക്കുന്നവരും ഇതിന്റെ വെളിയിലാണ്. ദേ ഡോണ്ട് കെയർ. ആ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടും അവർ ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതിനകത്ത് പാർട്ടിന്റെ പൊളിറ്റിക്കൽ കളറിലല്ലോ വിഷയം. ഗവൺമെന്റ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കളറിലല്ലോ. ഗവൺമെന്റ് ഇസ് ഗവൺമെന്റ്. ഒരു ഭരണകൂടം എന്ന് പറയുന്നത് അതിന് കളറില്ല, അതിന് പൊളിറ്റിക്കൽ കളറില്ല. അത് ഭരിക്കാൻ വേണ്ടി അവിടെ എത്തുന്നവർക്ക് പൊളിറ്റിക്കൽ കളർ ഉണ്ടാവും. പക്ഷെ വൺസ് ഗവൺമെന്റ് ആയി കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫണ്ടമെന്റൽസ് ഉണ്ട്. ആ സമയത്ത് പാർട്ടിയോ നിറോ അല്ലെങ്കിൽ ആശയോ ഇതൊന്നും നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏത് ആമാശയത്തിൽ പോകുന്നു നോക്കാൻ പാടില്ല. അതാണ് വേണ്ടതും. ആ പൗരബോധം ഇല്ലാത്തടത്തോളം കാലം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ നറേറ്റീവ്, ഗാഡ്ഗിൽ റിപ്പോർട്ട് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ പോലും കുറച്ച് ദിവസം മുന്നെയാണ് വായിച്ചത്. കുറച്ച് ദിവസം മുന്നേ അതായത് 2 ദിവസം മുന്നേ. പാർട്ട് 2 എന്താണ് മിറ്റിഗേറ്റിംഗ് മെഷേഴ്സ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെന്താ ചെയ്തത്? ആവറേജ് മലയാളീനെ പോലെ ഗാഡ്ഗിൽ പൊട്ടണമെന്ന് പറഞ്ഞു. എനിക്ക് ഗാഡ്ഗിൽ അദ്ദേഹത്തിന് അത്ര വിവരമില്ല. എക്കോളജിനെ പറ്റി ABCD അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്നത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള എന്റേതായിട്ടുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഒപ്പീനിയറ്റഡ് ആവും. ഗാഡ്ഗിലേക്ക് ചെയ്ത് അതിനുശേഷം കസ്തൂരി രംഗൻ സാറ് പൈലറ്റ് റിപ്പോർട്ട്, അത് അത്ര ഇല്ലെങ്കിലും ഗാഡ്ഗിൽ അദ്ദേഹം പറഞ്ഞു വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത്? ആ സോൺസിന്റെ മുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് മാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കെട്ടിട്ടെടുക്കുമ്പോൾ ഇപ്പൊ റൂം ഫോർ റിവർ എന്ന് പറഞ്ഞിട്ട് പോയ, ഞാൻ ആരും പരിഹസിക്കുന്നില്ല. റൂം ഫോർ റിവർ എന്താ മനസ്സിലാക്കിയത്? പുഴക്കൊരു മുറി ഉണ്ടാവും. കണ്ണൂർ ഭാഷയെ പറഞ്ഞാൽ പുഴക്കൊരു മുറി ഉണ്ടാവും. ആ മുറിയിൽ പുഴ വന്ന് നിൽക്കും. നമ്മളെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം പുഴ വീണ്ടും പോകും. നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് പുഴയ്ക്കുള്ള വഴിയാണ്. അതിന്റെ മാർഗവും വലിയ തടസ്സപ്പെടുത്താതിരിക്കുക. അത് പക്ഷെ ആള് മനസ്സിലാക്കുമ്പോൾ എന്താ റൂം ഫോർ റിവർ? മലയാളിന്റെ ഇംഗ്ലീഷിനെ ആഹ്വാനിക്കുന്നതല്ല. ഞാനും മലയാളി തന്നെയാണല്ലോ. റൂം ഫോർ റിവർ എന്ന് പറയുന്നത് ഇതെന്തോ ഭയങ്കര സംഭവം അല്ല. നെതർലാൻഡ് പോലത്തെ സ്ഥലമല്ല നമ്മുടെ നാട്. നമ്മുടെ നാട് കേരളം ഈസ് എ റോളിംഗ് ടെറൈൻ. അതെനിക്ക് കൃത്യമായിട്ട് ടവർ വെക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമുക്കറിയാം, ആലപ്പുഴ ഒഴിച്ച് നമ്മുടെ സ്റ്റേറ്റ് മുഴുവൻ റോളിംഗ് ടെറൈൻ ആണ്. എന്ന് വെച്ചാൽ ഉയർന്ന താഴ്ന്ന ഭൂമികളാണ്.
അപ്പൊ റോളിംഗ് ടെറൈനിലുള്ള ഒരു ഫ്ലഡ് മാനേജ്മെന്റ് ആയിരിക്കരുത് നെതർലാൻഡ് പോലെ പരന്ന ഒരു രാജ്യത്തുള്ള ഫ്ലഡ് മാനേജ്മെന്റ്. അവിടെ സ്നോ ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അനുകരിക്കാൻ. നമ്മൾ ബെസ്റ്റ് എന്തുണ്ടെങ്കിലും അത് അതേപോലെ കോപ്പി ചെയ്യുക എന്നുള്ളത് പൊട്ടത്തരാണ്. നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന് കണക്കായിട്ട് അഡാപ്റ്റ് ചെയ്യണം. സുനിലെ, അത് അഡാപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം വിൽ ബി എ മിസറബിൾ ഫെയിലിയർ. വളരെ വലിയ ദുരന്തമായിരിക്കും നമ്മളെല്ലാം. സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു ചുമതലയാണ്. അത് നിർവഹിക്കാതെ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ടോൾ ഇത്ര പേർ മരിച്ചു, ഇത്ര പേർ പരിക്കേറ്റു എന്ന് വിളിച്ചു പറയുകയും ഈ ദുരന്തത്തിനിരയായവർക്ക് സഹായം കൊടുക്കുവാൻ സഹായം അഭ്യർത്ഥിക്കുകയും ഈ ഫണ്ട് മേടിക്കുന്നതും. മനുഷ്യന്റെ ജീവന് അവിടെ മരിച്ചാൽ എന്റെ ആരും ബന്ധുക്കളല്ല, പക്ഷെ ആരുടെയോ ബന്ധുവാണ്, ആരുടെയോ മാമനാണ്, ആരുടെയോ അമ്മാവനാണ്, ആരുടെയോ അച്ഛനാണ് അല്ലെ. നമുക്ക് ബാധിക്കാത്തിടത്തോളം ഒരിക്കലും നമ്മളിത് ബാധിക്കില്ല. ഗവൺമെന്റ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിസ്ക് മാനേജ്മെന്റ്. ഒരു ത്രെറ്റ് പെർസെപ്ഷൻ ഉണ്ടാവും, അത് പെർസെപ്ഷനാണ്. അത് നടക്കാതിരിക്കാം, പക്ഷെ അതിന് ഇന്ന കാരണം ഉണ്ടാവും. ഇത്ര മില്ലിമീറ്ററിന് മുകളിലേക്ക് ഇത് മഴ പെയ്ത് അല്ലെ ക്ലൗഡ് ബേഴ്സ് മേഘവിസ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും? അപ്പൊ അതിനെ കൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട് എന്താണ്? ആ ഇമ്പാക്ട് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം? പ്രകൃതി ദുരന്തം നമുക്കായിരിക്കും തടയാൻ പറ്റില്ല, അത് ഗവൺമെന്റ് വെച്ചാലും പറ്റില്ല. പക്ഷെ അത് മാക്സിമം ആൾക്കാർക്ക് ഉണ്ടാവുന്ന അപായം ഒഴിവാക്കാൻ വേണ്ടി മിനിമൈസ് ചെയ്യാൻ പറ്റുമല്ലോ, കാഷ്വാലിറ്റീസും ലോസസും 100%. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണ്ടത് എത്രയും പെട്ടെന്ന് സ്ട്രക്ചേഴ്സ്. ഇപ്പം സ്ട്രക്ചേഴ്സ് ഇല്ല. നിങ്ങളൊന്ന് നോക്കിയേ, നമ്മളെ പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ട് 10 മണിക്കൂർ കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടുപോകാനുള്ള സ്ട്രക്ചേഴ്സ് ഇല്ല. ആൾക്കാരെ തുണികളെടുത്തോണ്ട് ഡെഡ് മെൻസ് റൈറ്റ്സ്, മരിച്ചവർക്കും അവകാശങ്ങളുണ്ട്, മര്യാദക്കുള്ള ഒരു ബെറിയൽ. അതിന് പോലും നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഗവൺമെന്റ് മുകളിൽ അങ്ങനെ പോളിസി ലെവലൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. ഇത് ഡൗൺ ദ സ്ട്രീം നോക്കേണ്ട ആൾക്കാരുണ്ടാവും. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ചോട്ടിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതിന്റെ ചോട്ടിലുള്ള വാർഡിലുള്ള ആൾക്കാർ. ഇത് എന്ത് പ്രശ്നം ഉണ്ടായാലും സ്റ്റേറ്റിന്റെ ഗവൺമെന്റിനെ ക്യാബിനറ്റിനെ കുറ്റം പറയുന്നത് തെറ്റാണ്. ക്യാബിനറ്റ് അത് റീക്കുലേറ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കണ്ടൂ. അതിന്റെ ഫെയിലിയർ ആണ് അവിടെ നടന്നതും. ആരെ വിളിക്കണം, ആർക്കും തീരുമാനം എടുക്കണം എന്നറിയില്ല. ആ പകച്ചു പോകും അത്. പക്ഷെ ഗവൺമെന്റ് പകച്ചു പോകാൻ പാടില്ല. ഇവിടെ നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഉണ്ടെന്നാണ് വെപ്പ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും വലിയ സംവിധാനങ്ങൾ, ദുരന്ത നിവാരണ സേന ഒക്കെ തത്വത്തിലുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനും ഒരു കോർഡിനേഷനും ഒരു വിഷനോ പ്ലാനോ സ്ട്രാറ്റജിയോ ഇല്ല എന്നുള്ളല്ലേ ഇത് തെളിയിക്കുന്നത്? അതേ സുനിൽ, സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ട് എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. നമ്മുടെ ഫയർ സ്റ്റേഷൻ അവിടെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 100-101 വിളിച്ചുകൊണ്ടിരുന്നില്ലേ, കോൾ വന്നാൽ അവർക്ക് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതവരെ ട്രെയിനിങ് മുതൽ തുടങ്ങുന്നതാണ്. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എത്ര പെട്ടെന്ന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു അത് പ്രകാരം SOP വെച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യം പോവില്ല. കോർപ്പറേറ്റിന് ഇത് മാനേജ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അവരാദ്യം തുറക്കുക സ്ട്രാറ്റജിക് റൂമാണ്, വാർ റൂം. എന്താണ് നെസസിറ്റി, എന്താണ് ഇമീഡിയറ്റ് നെസസിറ്റി, അതിന് വേണ്ട റിസോഴ്സ്, അത് മോണിറ്ററി റിസോഴ്സ്, ഇത് ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സ്, അങ്ങനെ പല കാര്യങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് അതിന് ആളെ ഫിക്സ് ചെയ്യും. അവിടെ ആ ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ അവരെ പണിയെടുക്കുന്നുള്ളൂ, അവരെ സൂപ്പർവൈസർ നോക്കിക്കോളൂ. എല്ലാം കൂടെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഇതിന്റെ ഉത്തരവാദിത്തം റൈറ്റ് ഫ്രം ലോക്കൽ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ. അല്ല, ഇതിനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ഇതിന്റെ ബ്ലെയിം വരുന്നത് സംസ്ഥാന സർക്കാരിലേക്കാണ്. അന്നേരം ആ ഉത്തരവാദിത്വ ബോധത്തോടെ ഇതിനെ ചാനലൈസ് ചെയ്യേണ്ടത്, ഇതിനെ ഡെലിഗേറ്റ് ചെയ്ത് ഇത് പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? 110%. എന്നിട്ട് അവസാനം വന്ന് മാധ്യമങ്ങളിലൂടെ ഇതുപോലെ ഇരുന്ന് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംസാരങ്ങൾ, ഒരു സംസ്ഥാന മുഖ്യമന്ത്രി വന്നിരുന്ന് മാധ്യമത്തിലൂടെ ഇരുന്ന് മരണനിരക്കും ആരോ എഴുതി കൊടുത്ത കുറച്ച് പട്ടിക പറയുന്നതാണോ ജനങ്ങൾക്ക് കേൾക്കേണ്ടത്? തീർച്ചയായിട്ടുമല്ല. ഇപ്പം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ കഴിവ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് താഴെ ലാസ്റ്റ് മാൻ ഓൺ ദ ഫീൽഡ് എന്ന് പറയും. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. കോർപ്പറേറ്റിലായാലും എവിടെയാലും കമ്മ്യൂണിക്കേറ്റ് അഗെയിൻ ടു ദ ലാസ്റ്റ് മാൻ ഓൺ ദ ഫീൽഡ്. ഇത് ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു CEO എന്നോട് പറഞ്ഞാണ്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ഉണ്ടാകേണ്ടേ? ഉണ്ടാവണം. ഇത് തത്വത്തിൽ എല്ലാ വകുപ്പുകളുണ്ട്, ചുമതലക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്, റിസോഴ്സ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് അനുഭവവേദ്യമാകുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള എന്ത് പ്രയോജനമായിട്ടുള്ളത്? ഇപ്പൊ നമ്മളെ കളക്റ്റീവ് എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാല് കേരള IAS തന്നെ കളക്റ്റീവ് എക്സ്പീരിയൻസ്, അതായത് ഒരാളുടെ 20 കൊല്ലം, മറ്റേയാളുടെ 30 കൊല്ലം, മറ്റേയാളുടെ 15 കൊല്ലം, അത് തന്നെ ഒരു 10,000 ദിവസം, 10,000. അതാണ് കളക്റ്റീവ് എക്സ്പീരിയൻസ് പറഞ്ഞത്. 35,000 അതിന്റെ ചോട്ടിൽ 20, അപ്പൊ 55 വർഷത്തെ എക്സ്പീരിയൻസ് ആയി അല്ലേ? അതെ, അത്രയും വലിയ സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ വെളിയിലേക്ക് ഒരു മലയാളിയോട് പറയാം, ഞാൻ നടന്നു പോകുമ്പോൾ തന്നെ അഭിമാനത്തോടെ, അരെ കേരള ഇസ് ഗ്രേറ്റ്, ഗോഡ്സ് ഓൺ കൺട്രി. കാരണം നമ്മളെ പറ്റി പുറമേ ഉള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. അതൊന്നും നമ്മൾ ഇലിറ്ററസിയാണ്. മലയാളി കേരളത്തിൽ മാത്രമേ ഹുങ്ക് കാണിക്കുന്നുള്ളതാണ് ഞാനടക്കം. പുറത്തുനിന്ന് വലിയ മര്യാദക്കാരനാ, അങ്ങനെ കുസ്തിയും പാടൊന്നും വെക്കൂല. ഇവിടെ നിൽക്കുമ്പോ അതായത് പ്ലെയിനോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ ലോറിയിലോ കാറിലോ ലാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാത്തൊരു ഒരു വിമർശന ബുദ്ധിയാണ്. പിന്നെ ഇതൊരു ബ്ലെയിം ഗെയിം ആക്കാൻ പാടില്ല. ഇത് ആര് ഭരിച്ചോട്ടെ, ഇതൊരു ബ്ലെയിം ഗെയിമല്ല, ഇത് ഒരു ഗവൺമെന്റ് ഫെയിലിയർ ആണ്.
ഗവൺമെന്റ് ഫെയിലിയർ എന്ന് പറയുമ്പം ഇത് പൊളിറ്റിക്കൽ പാർട്ടിനെ മാത്രം ഫെയിലിയർ ആവില്ല സുനിൽ. അത് ആ അഡ്മിനിസ്ട്രേഷൻ മൊത്തം, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, അതാണ് ഫെയിലിയർ. ഗവൺമെന്റ് ചേഞ്ച് ആവുന്നുള്ളൂ, അല്ലെ പൊളിറ്റിക്കൽ പാർട്ടിയെ ചേഞ്ച് പുതിയ ഗവൺമെന്റ് വരുന്നല്ലേ ഉള്ളൂ സുനിൽ. പക്ഷെ ഈ ഓഫീസേഴ്സ് മുഴുവൻ അവിടെ ഇരിക്കുന്നതാണ്. അവർ 55 വയസ്സ് 58 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്തിട്ട് പോകും. ആയി കഴിഞ്ഞാലും ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞാലും ഇതൊരു പ്രീക്വലേറ്റ് ചെയ്യാത്താണ് ഈ പ്രശ്നം. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് സംതിങ് ഹാപ്പൻസ് റോങ്? അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ റിസ്ക് മിറ്റിഗേഷൻ ഉണ്ടാവണം. നമുക്കറിയാത്ത പല ദുരന്തങ്ങളും സംഭവിക്കും. പാലം ചിലപ്പം ഇടിഞ്ഞു പോകും, അത് ഫ്ലഡോ ഒന്നും കാരണമില്ല. ഇപ്പം കോഴിക്കോട് അപകടം നടന്നതിനെ ടോർണാഡോ എന്നാ പറഞ്ഞത്. അതിനുശേഷം മുന്നേ കേരളത്തിൽ ടോർണാഡോ ഉണ്ടായിട്ടില്ല. റെയിൽവേ കണ്ടുപിടിച്ചു കേട്ടോ, നമ്മളെ ഗവൺമെന്റ് പറഞ്ഞല്ല. ട്രെയിൻ താഴെ പോയപ്പോ ചില കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ചില കാര്യം എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്. അതാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ്സ് ആർ ആക്സിഡന്റൽ എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എൻവിസേജ് ചെയ്യാനോ ഒന്നും പ്രിവെന്റ് ചെയ്യാനോ ഒന്നും സർട്ടൻ എക്സ്റ്റെന്റ് പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇതിന്റെ കാഷ്വാലിറ്റി ഡാമേജസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. പ്രകൃതിയോട് മല്ലടിക്കാൻ കഴിയില്ല നമുക്ക്, നേച്ചർ എന്ന് പറയുന്ന ഫോഴ്സിനോട്. കാരണം അത് അതിന്റെ ഭീകരത എന്ന് പറയുന്നത് കൈനറ്റിക് അറിയുന്ന കൂട്ടർക്ക് അല്ലെങ്കിൽ ഫോഴ്സ് അറിയുന്ന കൂട്ടർക്ക് അറിയാം എന്ത് ഇമ്പാക്റ്റിൽ ഇത് വന്ന് ഇടിച്ചു വീഴുന്നുള്ളത്. അവിടെ ഒന്നും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. പക്ഷെ അത് ഒഴിവാക്കാം. നമുക്ക് റിസ്ക് ഇപ്പം മരണപ്പെട്ട ആൾക്കാരുടെ എത്രയോ പേരുടെ ലൈഫ് ഒഴിവാക്കാമായിരുന്നു. പിന്നെ ജനങ്ങളും ബോധവാന്മാരായിരിക്കണം. പീപ്പിൾ ഓൾസോ ഷുഡ് ബി കോഷ്യസ്. ഇത്രയും മഴ പെയ്യുന്നുണ്ട്, ഇത് അപകടമാവാൻ സാധ്യതയുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളിവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെ നമ്മളാരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ ആദ്യം സ്വയം രക്ഷിക്കും, അല്ലേ? ആദ്യം നമുക്ക് തന്നെ ബോധം ഉണ്ടാവണം ഒരു അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയുള്ളൊരു ലിറ്ററേച്ചറോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ അവിടെ ആരുടെ പറഞ്ഞതായിട്ട് കണ്ടില്ല. ഇങ്ങനെ ചെയ്യുന്ന സാധാരണ ഗവൺമെന്റ് മാത്രമല്ല, NGOs ചെയ്യും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിൾ ഭാഗമായിട്ട് ചെയ്യും, പലതുമായിട്ട് ചെയ്യും. പക്ഷെ ഇതിലെല്ലാം മരണപ്പെടുന്നത് ഏറ്റവും അതിസമ്പന്നരല്ല, എല്ലാം സാധാരണക്കാരാണ്. ആ വീടിന്റെ കെട്ടുറപ്പും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. കുറെ ഒഴിവാക്കാമായിരുന്നു. നമുക്ക് ഇതിനെ ഒരു പാഠമായി ഉൾക്കൊണ്ട് ഇതുപോലെ പല ദുരന്തങ്ങളും, നമ്മൾ സുനാമി വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, ഇതാ ഈ വയനാട് ദുരന്തം വന്നപ്പോൾ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും എന്താണ് ഇനി ഒരു കൺക്ലൂഷൻ, ഒരു പോംവഴി, ഒരു സൊല്യൂഷൻ എന്താണ്? ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ പെരീനിയലി കണ്ടം ടു റിപ്പീറ്റ് ഇറ്റ്. അങ്ങനെ കേട്ടിട്ടില്ല സുനിൽ? അതെ. ഒരു ചരിത്രത്തിന് അല്ലെങ്കിൽ ഒരു അനുഭവത്തിന് പഠിക്കാണ്. ഒരു അബദ്ധം പറ്റാം എല്ലാവർക്കും. പക്ഷെ ആ അബദ്ധം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് മലയാളി ആയിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ആഫ്രിക്കാരനായിക്കോട്ടെ, അവിടെ നമുക്ക് വേണ്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആ തെറ്റിന്ന് ഞാൻ പഠിച്ചു, അതിനെ ആവർത്തിക്കാതിരിക്കുക. പുതിയ തെറ്റുകൾ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആവർത്തിച്ച് അതേ കാര്യം തന്നെ ഇതാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുരന്തം. അതൊന്നും പഠിക്കാത്തത്. ഇതിന് പഞ്ചായത്തിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കുമ്പം ശ്രദ്ധിക്കണം. അതിന് ആദ്യം ഇതെന്താ സ്ഥലം എന്ന് മനസ്സിലാവണം. ഇതില്ലാതെ അറിയാലോ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയമുണ്ടേ, ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യപ്പോ നിങ്ങൾ വിട്ടേന്ന് പറഞ്ഞാൽ ആ ലോകത്തിന്റെ മുകളിൽ ചെയ്യുന്നതാണ്. എല്ലാം കൈക്കൂലിയായി ചെയ്യുന്നതല്ല. എനിക്കിപ്പം വാർഡ് മെമ്പർ ഇറങ്ങി ഞാൻ പോയി സഹിച്ചേട്ടാ ഇന്ന കാര്യമാണ്, ഇവിടെ അത് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ പുള്ളി അത് എന്റെ സ്നേഹത്തിന്റെ മുകളിൽ ചെയ്യുന്നതാണ്. അതിന് ഞാൻ അദ്ദേഹത്തിന് പണം കൊടുക്കണമെന്നില്ല. എന്നാൽ പണം കൊടുക്കുന്ന കേസും ഉണ്ട്. എല്ലാം ഈ പഞ്ചായത്ത് സെക്രട്ടറിന്റെ തലയിൽ എല്ലാം കെട്ടിവെക്കുന്ന കാര്യമില്ല. കാരണം പഞ്ചായത്ത് സെക്രട്ടറിയാണ് അതിന് ഉത്തരവാദിയെങ്കിലും പ്രസിഡന്റ് പറയുന്ന പോലെ ചെയ്യാൻ പറ്റൂ. പ്രസിഡന്റുമായിട്ട് വെറുപ്പിച്ചിട്ടില്ല, പഞ്ചായത്തിനെ മുഴുവൻ വെറുപ്പിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? പാർട്ടി ഏതും ആയിക്കോട്ടെ, ഇത് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി ഏത് വന്ന് മാറിക്കോട്ടെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിവരക്കണക്കിനെത്തിരി കാര്യമില്ല. അതിന് മുതലക്കണ്ണീരെന്നേ പറയാൻ പറ്റൂ. ആരായാലും ഒരു പ്രിട്ടൻസ് ആണ്, അതിലൊന്നും ഒന്നും പറയാൻ കാരണമൊന്നുമില്ല. പ്രതികരണങ്ങൾ തുടരും. ഈ വിഷയത്തിൽ ഇനിയും പ്രതികരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ ഐ, പ്രതികരിക്കാൻ ഒരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.